എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററി ഫൈൽസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഏവരെയും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അല്ലേ? ചോറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും തലയോട്ടിയും അസ്ഥികളുമൊക്കെ കണ്ടെത്തിയത്. പ്രാഥമിക ഘട്ടത്തിൽ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതുപോലെയാണ് ഇവ കണ്ടെത്തിയിരുന്നതെങ്കിലും സമഗ്രമായൊരു അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ സംഭവത്തിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. കണ്ടെത്തിയത് ഒന്നിലധികം സ്ത്രീകളുടെ അസ്ഥികളും തലയോട്ടിയും എന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത്. പഠനാവശ്യത്തിനായി ഉപയോഗിക്കുന്ന അസ്ഥികളും തലയോട്ടിയുമാണിതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കൃത്യമായ പ്രായവും മറ്റുമൊക്കെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വരുമ്പോഴേ ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത നമുക്കും വരികയുള്ളൂ. ഒരു ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് അസ്ഥികളും തലയോട്ടിയും ഒക്കെ കണ്ടെത്തിയിരുന്നത്. ഇവ കവറിനുള്ളിലാക്കിയ നിലയിലായിരുന്നു. അതിനാൽ തന്നെ ഈ അസ്ഥി എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എന്തിന് ഫ്രിഡ്ജിൽ ഉപേക്ഷിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടിയേ മതിയാകൂ. ആളില്ലാതെ കിടന്ന ഈ സ്ഥലം ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. എറണാകുളത്തെ ഒരു സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ഫിലിപ്പ് മംഗലശ്ശേരിയുടെ തറവാട് വീടാണിത്. 14 ഏക്കറോളമുള്ള വളപ്പ് കാട് പിടിച്ചു കിടക്കുകയാണ്. പിറവത്തേക്കുള്ള റോഡിൽ എരുവേലി തുപ്പമ്പടി ഭാഗത്ത് വിശാലമായൊരു വയലിനൊക്കെ സമീപത്താണ് ഈ വീടിപ്പോഴുള്ളത്. അടുത്ത കാലത്തൊന്നും ഡോക്ടർ ഈ വീട് സന്ദർശിച്ചിരുന്നില്ല. വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. എന്നാൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ട് കാലങ്ങളേറെയായി. തൊട്ടടുത്ത് വേറെ വീടുകളൊന്നുമില്ല. പ്രദേശവാസികളായിട്ടുള്ള ഒരാളാണ് ഈ വീടിന്റെ നോട്ടക്കാരൻ. എന്നാൽ അദ്ദേഹവും ഇവിടെ അങ്ങനെ കാര്യമായിട്ട് നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥിരം താവളമായിരുന്നു ഇവിടം. പുതുവത്സരത്തിനോടനുബന്ധിച്ച് പ്രദേശവാസികളല്ലാത്ത പലരെയും ഈ പരിസരത്ത് കണ്ടിരുന്നു. പ്രദേശവാസികളുടെ ഒരു പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് അംഗം പോലീസിനോട് സഹായം തേടുന്നത്. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ അസ്ഥികളൊക്കെ കണ്ടെത്തുന്നത്. എന്തു തന്നെയായാലും നമ്മുടെ ഈ നാട്ടിൽ അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിനാൽ തന്നെ നാട്ടുകാരും ഈ വാർത്ത അറിഞ്ഞ നമ്മളിൽ പലരും കൺഫ്യൂഷനിലാണല്ലേ. ഈ വാർത്തയ്ക്കൊക്കെ താഴെ വന്ന കമന്റുകളിൽ പലരും അവരുടെയൊക്കെ ചില സംശയങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നരബലിയാണോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. എന്നാൽ ഇപ്പോഴത്തെ ഒരു അന്വേഷണത്തിൽ, അതായത് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ പഠനാവശ്യത്തിനായി ഉപയോഗിച്ചത് തന്നെയാണ് എന്നാണ് പോലീസ് നിഗമനം. പക്ഷേ മറ്റു ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്കൊന്നും തറപ്പിച്ചു പറയാനും സാധിക്കുകയില്ല. അന്വേഷണം പുരോഗമിക്കുമ്പോൾ മാത്രമേ സത്യങ്ങൾ ഓരോന്നായി പുറത്തെത്തുകയുള്ളൂ. ശരിക്കും പഠനാവശ്യത്തിന് തന്നെ ഉപയോഗിച്ചതാണോ, അല്ല ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസുകളൊക്കെ വന്നിരിക്കാം. നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിലേക്ക് ഇട്ടേക്കും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.